എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പറ്റുവാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് മീഡിയ അങ്ങനെ അധികം ഒരു വാർത്തയായിട്ട് എടുക്കാത്തൊരു വിഷയമാണ്. അപ്പം നമുക്കത് വായിക്കാം. നിരോധ ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് ധനം സമാഹരിച്ച മലയാളികളെ NIA കണ്ടെത്തി. ഇവരുടെ അക്കൗണ്ടുകൾ കണ്ടെത്തിയ NIAയും EDയും ഇവർക്കെതിരെ ശക്തമായ നടപടിയും തുടങ്ങിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് 13,000 അക്കൗണ്ട് വഴിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പണം സ്വരൂപിച്ചതെന്നും ഇവയിൽ 10,000 മലയാളികളുടേതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ കാര്യങ്ങൾ ഇതൊന്നല്ല കേട്ടോ, വരുന്നുണ്ട്. തങ്ങളുടെ അക്കൗണ്ടുകൾ NIA കണ്ടെത്തി നാട്ടിലേക്ക് പോയാൽ അറസ്റ്റിലാകുമെന്നും വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് മലയാളികൾ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വരാതെ അവിടെ തന്നെ ഇരിക്കുകയെന്നിപ്പോൾ. അത് നിങ്ങളാരെങ്കിലും അറിഞ്ഞിനോ? എവിടെ? ഇതൊന്നും അറിയേണ്ട തിരക്കല്ലല്ലോ. അറസ്റ്റ് ഭയന്നിവർ ഗൾഫിൽ തന്നെ കഴിയുകയാണ് സുഹൃത്തുക്കളെ. ഇങ്ങനെ PFIക്കാരുടെ കുഴൽപ്പണ ഇടപാടുകളിൽപ്പെട്ട 13,000 പേരാണ് ഗൾഫിൽ നിന്ന് നാട്ടിലെത്താൻ പേടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ NIA അക്കൗണ്ട് വിവരങ്ങൾ EDയാണ് NIAക്ക് കൈമാറിയത്. ഇവ പരസ്യപ്പെടുത്തുന്നതിനാൽ പ്രതിപട്ടികയിലുണ്ടായിരുന്ന പ്രതികൾക്കും അറിയില്ല. വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോഴും പിടിവീഴുക. അപ്പം ഹാഫ്റസ് കേസ് പ്രതികളായ സിദ്ദീഖ് കാപ്പൻ്റെയും റൌഫ് ഷെരീഫിൻ്റെയും ഭാര്യമാരുടെയും ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്കും പണം അയച്ചവരുടെയും ലിസ്റ്റുകൾ ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഓടിനോ? എവിടെ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിനോ? എവിടെ? അല്ലേ, ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവൂല. കാരണം തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇവിടെ കുരുപൊട്ടും. അവരെ വിചാരം ഞാൻ മുസ്ലിങ്ങളെ ഒന്നടങ്കമാണ് പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, കേരളത്തിലെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇപ്പം ഈ അടുത്ത്, അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, അവിലും പഴമൊക്കെ വാങ്ങിയിട്ട്, അവിലും കുന്തിരിക്കൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ കയറി ഇരുന്നോളാൻ പറഞ്ഞിട്ട് ഒരു കുഞ്ഞു മോൻ ഇത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് എത്രയോ ആൾക്കാർ അവിടെ പോയിട്ടുണ്ട് അല്ലേ? എവിടെ? തീഹാർ ജയിലിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തതാണെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? തീവ്രവാദികൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അവരൊക്കെ നല്ല മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? എവിടെ? അതൊന്നും പറ്റൂല. കാരണം നല്ല മനുഷ്യരാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ആര്? ഇവിടെയുള്ള പിണറായി വിജയനെ പോലെയുള്ള, അതായത് ഇടത് സംഘടനകൾ പറയുമായിരിക്കും ഇവർ നല്ല ആൾക്കാരാണ്, ഇവർ അടിപൊളി ആൾക്കാരാണെന്നൊക്കെ പറയും. കാരണം വോട്ട് ബാങ്ക് ലക്ഷ്യമേ ഇതൊക്കെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. നിങ്ങൾ എന്ത് കരുതി? ഒരു ലവ് ജിഹാദിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. വർഗീയവാദികൾ ഇന്ന് തന്നെ വളരെ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അതായത് ഒരു സ്വാമിയുടെ ഈ സ്വാമിയുടെ വിഷയം നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നറിയില്ല. സ്വാമി സമാധിയായി എന്നാണ് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പോലീസുകാരാണ് അതിന് എടുക്കേണ്ട തീരുമാനങ്ങൾ. പോലീസുകാർക്ക് ഹെൽപ്പില്ലാത്തത് കൊണ്ടാണ് അവിടെ ഇങ്ങനെ ഇന്നും അടിയായത്. പുറമെ നാട്ടുകാർ വന്നിട്ട്, അതായത് വേറെ ജാതിയിൽപ്പെട്ട ആൾക്കാർ വന്നിട്ട് കുഴിമാന്താനും ഇതാക്കാനും ഒക്കെ പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ അതല്ല ചോദിക്കുന്നത്, ഞാൻ മുസ്ലിംസിനോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഖബർ മാന്താൻ പറ്റുമോ നിങ്ങളെ? അതേപോലെ തന്നെ ഹിന്ദുക്കൾക്ക് ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടാവും. അത് ഓരോ ആൾക്കാരുടെ വിശ്വാസത്തിന് അതങ്ങ് വിട്ടുകൊടുക്കുക. നിങ്ങളെ വിശ്വാസത്തിന് നിങ്ങൾ ചെയ്യുക, നമ്മളെ വിശ്വാസത്തിന് നമ്മളും ചെയ്യാം. അല്ലാതെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിലും കയറി അങ്ങ് ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമൊന്നുമില്ല. ഇപ്പം ഗുരുവായൂർ തന്നെ കാണുന്നില്ലേ? ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട്, ഗുരുവായൂർ അമ്പലം എന്ന പരിപാവനമായ സ്ഥലത്ത് വെച്ചിട്ട് കേക്ക് മുറിച്ച് ആഘോഷിച്ച് 1.5 ടീംസ് വരെ നമ്മളെ കേരളത്തിലുണ്ട്. കേസിൻ്റെ പുറകെ പോകുന്നുണ്ട് എന്നല്ലാണ്ട്. എന്നിട്ടും വിവരമില്ലാത്ത മലയാളികൾ, വിവരമില്ലാത്ത ഹിന്ദുക്കൾ ഈ ഫോട്ടോ വാങ്ങുന്നതും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ കയ്യിൽ നിന്ന് അമൃത് വാങ്ങുന്നത് പോലെയാണ് വാങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ ഒരുപാട് ആൾക്കാർ ചിത്രം വരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ചിത്രം വരച്ച് വെക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രസക്തിയില്ല. പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൽ നടയുന്ന എന്ത് താന്തോന്നിത്തരവും കളിക്കാമെന്നുള്ള ആൾക്കാരെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങുമ്പോൾ ഇത് വേറെ തന്നെയല്ലേ സുഹൃത്തുക്കളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഹിന്ദുക്കളാണ് വെറും ജന്തുക്കളായിട്ട് മാറുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ ഹിന്ദുക്കൾക്ക് ഫണ്ടില്ല. ഹിന്ദുക്കൾക്ക് എന്താവശ്യങ്ങൾക്കുണ്ടെങ്കിലും നമ്മൾ മറ്റുള്ള ആൾക്കാരെ കാല് പിടിക്കേണ്ടി വരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ജോലിയില്ല. ഇതൊക്കെയാണ് ഇന്നിവിടെ ഏറ്റവും പ്രധാനമായിട്ട് കടക്കണി. ആത്മഹത്യ പെരുകുന്നത് ഹിന്ദുക്കളാണ് കൂടുതലും. ഞാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാലങ്ങളായിട്ട് ഞാൻ ഇത് എഴുതി വെക്കുന്നതാണ് ഈ ഒരു കാര്യങ്ങൾ. അപ്പം പറയുമ്പോൾ എന്താ ചെയ്യുക? ആ പറയുന്ന ആൾക്കാർ എന്നോട് പറയുന്നത് നീ വെറും വർഗീയതയല്ലേ പറയുന്നത്, നീ മുസ്ലിങ്ങളെയല്ലേ പറയും. ഞാൻ മുസ്ലിങ്ങളെയല്ല ഞാൻ പറഞ്ഞത്.
നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് കുരു പൊട്ടുവാണെങ്കിലും അത് പൊട്ടിക്കോട്ടെ, അത് സ്വാഭാവികമാണ്. അതിന് വർഗീയത എന്നല്ല നിങ്ങൾ പറയേണ്ടത്. യഥാർത്ഥ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ വർഗീയവാദികളാക്കും. അത് വർഗീയവാദികളാക്കുന്നുണ്ടെങ്കിൽ അതെനിക്കിഷ്ടമാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.